ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTMB ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. ഞാനിത് കഴിഞ്ഞ ആഴ്ച പിരിച്ചു വെച്ച ഒരു കോളനിയിൽ അതിനടിയിൽ റാണി സെല്ല് ഉണ്ടായിരിക്കുന്നതുണ്ടോ. ഇത് 2 ഫ്രെയിമുകൾ ഒന്നിച്ചാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സാധാരണ തേനീച്ചകൾ അട പണിയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് ഈ കൂടിൽ തേനീച്ചകൾ അട പണിതിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ 2 അടകൾ ഒരുമിച്ചാണ് വെച്ചത്. അപ്പോൾ സാധാരണ പണിയുന്ന നേരെ ക്രോസായിട്ട്, അതായത് 1, 2, 3, 4, 5, 6 അടയോളം വിപരീതമായിട്ടാണ് ഇതിനകത്ത് പണിത് വെച്ചിരിക്കുന്നത്. അതിനടിയിലൊക്കെ റാണി സെല്ലുകളുണ്ട്, നിറച്ചും റാണി സെല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ഇതിങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ ഇതിങ്ങനെ അടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് റിസ്ക്കാണ്. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കെയർഫുള്ളി ആയിട്ട് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ അടയിലുള്ളിലുള്ള റാണി സെല്ലുകൾ ഒരു 2 എണ്ണം, വലിയ ഒരു റാണി സെല്ലും ചെറിയൊരു റാണി സെല്ലും വെച്ച് ബാക്കി എല്ലാ റാണി സെല്ലുകളും മുറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ കൂടുകൾക്ക്, ഇന്ന് ഡിവൈഡ് ചെയ്ത വേറെ കൂടുകളുണ്ടാവും, അത്തരം കൂടുകൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമുക്ക് തേനീച്ച പെട്ടിയിൽ അപൂർവമായിട്ട് കാണുന്ന ചില കാഴ്ചകളാണ്. എൻ്റെ പെട്ടിയിൽ ഈ ഫ്രെയിമിന് നേരെ വിപരീതമായിട്ട് അടകൾ പണിത പെട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് നമ്മളത് കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ മുറിച്ച് നമ്മൾ മാറ്റി റെഡിയാക്കി വെക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ 2 ഫ്രെയിമിലേക്ക് മാത്രമേ ഇത് പിടിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത് കണ്ടതുകൊണ്ടാണ് ഞാനത് എടുക്കാതെ അവിടെ വെച്ചിരുന്നത്. സാധാരണ മൊത്തത്തിൽ നീളത്തിൽ ക്രോസായിട്ട് ചില സമയത്ത് പിടിപ്പിക്കുന്ന കാണാം. അങ്ങനെ ഈ വർഷം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.